ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ഒരുപാട് മനുഷ്യരുള്ള നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാലും ആക്രമിച്ചാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന് പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഇത്ര സത്യസന്ധമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. റോഡിലൂടെ നടന്നു പോകുന്ന വയോധികയായ ആ സ്ത്രീയെ ഒരു തെരുവ് നായ ആക്രമിച്ച് മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കരിയിലക്കുളങ്ങര പ്രദേശത്ത് നടന്ന ഒരു ഭീകരമായ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. തെരുവ് നായ്ക്കളെ എല്ലാം പിടിച്ച് ഒരു കണ്ടെയ്നറിൽ നിറച്ച് തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനെതിരെ ശബ്ദിക്കുന്ന നേതാക്കന്മാരുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് ഇറക്കണം. അപ്പോൾ കാണാം എന്താ അവസ്ഥയെന്ന്. ഓരോ മാതാപിതാക്കൾക്കും മക്കളെ സ്കൂളിൽ വിടാൻ ഭയമാണ്. കാരണം രാവിലെ സ്കൂളിലേക്ക് വിടുന്ന മക്കൾ തെരുവ് നായയുടെ ശല്യം കാരണം ജീവനോടെ സ്കൂളിൽ എത്തും എന്നുള്ള ഉറപ്പ് ആരാണ് കൊടുക്കുന്നത്? സർക്കാർ കൊടുക്കുമോ? അതുപോലെ തന്നെ സ്കൂൾ വിട്ടതിന് ശേഷം ആ കുഞ്ഞ് ജീവനോടെ തിരിച്ച് വീട്ടിൽ എത്തും എന്നുള്ള ഉറപ്പ് ആര് കൊടുക്കും? സർക്കാർ കൊടുക്കുമോ? തീർച്ചയായിട്ടും സർക്കാർ ഇതിനെതിരെ മറുപടി പറഞ്ഞേ മതിയാവും. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുക. യാതൊരുവിധ നെറിയുമില്ലാത്ത രാജ്യത്തെ ജനങ്ങളുടെ ജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത വെറും മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് നേതാക്കളാണ് നമ്മുടെ നാടിന്റെ ശാപം. അത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നാട് നന്നാകൂ.